നെപ്പോളിയന്റെ സൈന്യത്തിന്റെ ഒട്ടേറെ ആയുധങ്ങളും മറ്റ് സാമഗ്രികളുമൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയതിനാൽ അവിടെ തന്നെ നിധിയുണ്ടെന്ന് പലരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ നിധികളും ഇതിന് പിന്നിലെ കഥകളുമൊക്കെ ആരുടെ ചിന്തകളിൽ നിന്നും ഉണ്ടായതാണ്? എന്താണ് ഇതിന് പിന്നിലെ സത്യകഥ? ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം കുറെ കാലം കഴിഞ്ഞ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി മാറിയ ആളാണ് നെപ്പോളിയൻ. തന്റെ ഭരണകാലത്ത് നിരവധി രാജ്യങ്ങൾ പിടിച്ചടക്കാനും മറ്റുമായി യുദ്ധങ്ങൾ നടത്തിയ നെപ്പോളിയൻ ലോകത്തെ ഏറ്റവും മികച്ച കമാൻഡർമാരിൽ ഒരാളായാണ് ഇന്നും പരിഗണിക്കപ്പെടുന്നത്. ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുൻപ് 1812 നെപ്പോളിയൻ റഷ്യയിൽ അധിനിവേശം നടത്തി അധികാരം പിടിച്ചെടുക്കാൻ നോക്കി. 211 വർഷം മുൻപ് ഇതുപോലൊരു സെപ്റ്റംബർ 15 അദ്ദേഹത്തിന്റെ സൈന്യം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്ക് മാർച്ച് ചെയ്തത്. പക്ഷേ റഷ്യൻ പ്രതിരോധം ശക്തമായതോടെ തോറ്റോടുകയല്ലാതെ നിവൃത്തിയില്ലെന്ന സ്ഥിതി വന്നു. എന്നാൽ ഇതിനു മുൻപ് നെപ്പോളിയന്റെ സൈന്യം മോസ്കോയിൽ നിന്ന് വലിയ അളവിൽ സ്വർണവും മറ്റനേകം അമൂല്യ വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു. ഇതും കൊണ്ട് അവർ ഫ്രാൻസിലേക്ക് യാത്രയായി. നെപ്പോളിയന്റെ സൈന്യവും അദ്ദേഹവും ഫ്രാൻസിൽ തിരിച്ചെത്തി. പക്ഷേ സ്വർണം മാത്രം എത്തിയിരുന്നില്ല. എന്തോ കാരണങ്ങൾ കൊണ്ട് നെപ്പോളിയനും സേനാംഗങ്ങളും നിധി റഷ്യയിൽ എവിടെയോ ഉപേക്ഷിച്ച് തിരിച്ചു വന്നു എന്നായിരുന്നു പിന്നീട് ഇതേക്കുറിച്ച് ഉയർന്ന അഭ്യൂഹം. 200 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ നിധി പല നിധിവേട്ടക്കാരുടെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയാണെന്ന് ഇപ്പോഴും ഒരു വിവരവുമില്ല. റഷ്യയിലെ ഒരു പടിഞ്ഞാറൻ മേഖലയിലുള്ള സെലെംവോ തടാകത്തിനടുത്താണ് ഈ നിധി ഉണ്ടെന്നായിരുന്നു ആദ്യം ഉയർന്ന അഭ്യൂഹം. ഈ സ്ഥലത്തിന് പേരിട്ടത് നെപ്പോളിയന്റെ വിശ്വസ്തനായ ഫിലിപ്പ് ഡി സെഗൂർ ആണ്. നെപ്പോളിയന്റെ സൈന്യത്തിന്റെ ഒട്ടേറെ ആയുധങ്ങളും മറ്റ് സാമഗ്രികളുമൊക്കെ ഇവിടെ നിന്ന് കണ്ടെത്തിയതിനാൽ ഇവിടെ തന്നെ നിധിയുണ്ടെന്ന് പലരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ പല തിരച്ചിലുകൾ നടത്തിയിട്ടും ഈ നിധിയൊന്നും ഇതുവരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല. സെലെംവോ ഒരു ട്രാപ്പാണെന്നും നിധി വേട്ടക്കാരെ വഴിതെറ്റിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും ചിലർ ഇന്നും വിശ്വസിക്കുന്നു. നെപ്പോളിയൻ റഷ്യയിൽ നിന്നും ഫ്രാൻസിലേക്ക് പോകവേ കടന്ന ബെറിസീന നദിയിലാണ് നിധിയെന്നാണ് ചിലർ ഇപ്പോഴും പറയുന്നത്. എന്നാൽ ഇവിടെ എവിടെയുമല്ല. റഷ്യയുടെ അയൽ രാജ്യമായ ബെലാറസിലെ റുഡ്നിയിലാണ് നിധിയെന്നും ഒരു വാദമുണ്ട്. ഇവിടെ ഒരു തടാകത്തിലേക്ക് ഒരു പാത ഫ്രഞ്ച് സൈന്യം പണ്ട് ഒരുക്കിയെന്നും പിന്നീടത് ഒഴുകിപ്പോയെന്നും ഈ സിദ്ധാന്തം വിശ്വസിക്കുന്നവർ പറയുന്നു. ഇന്നും ഇതിനായി തിരച്ചിൽ നടക്കുന്നുണ്ട്. 2019 ഇതിനു വേണ്ടിയുള്ള പ്രശസ്തമായ ഒരു തിരച്ചിൽ. അന്നും നിധി കിട്ടിയില്ല. അതെവിടെയുണ്ടെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല.